വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരാളെ കൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം അടുപ്പിച്ച് കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് 3 പേരെയാണ് ആന കൊന്നത്, മോഴയാണ് കൊന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതുവരെ ആയിട്ട് അതിനൊരു നടപടി എടുത്തിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ആന ഉള്ളത്, അത് ചെയ്യുന്നില്ലല്ലോ. എത്ര കണ്ടാലും ഇവിടെ ആദിവാസികളാന്ന് വെച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിലായിരിക്കാം. ഒരു പടക്കിനിട്ടായിരുന്നു വാച്ചർ, ആന അവിടെ നിന്ന് ഓടിച്ചിട്ട് ഇവിടം വരെ ഓടിച്ചു, ഓടിച്ചു വാച്ചറിനെ ഓടിച്ചു. പടക്കം പൊട്ടിച്ചു ദാവേദിയുണ്ടാ ആന ഓടിച്ചിട്ട്. പക്ഷെ എല്ലാ ബ്ലോക്കിലും കിട്ടിയവർക്ക് വരുമാനം ഉണ്ടായിരുന്നു, തെങ്ങ്, റബ്ബർ, കശുമാവ് അല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വെറും കാടാ കിട്ടി. ഞങ്ങൾ ഇത്രയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം വെട്ടി നശിപ്പിച്ച് കത്തിച്ചിട്ട് ഈ തൈകൾ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ മൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നത്. അത് പക്ഷേ ജനറൽ മേഖലയിലായി കഴിഞ്ഞാലോ, ഒരു ആന ഇവിടെ ആർളം ഫാമിലല്ലാതെ പുറത്തൊന്ന് ഇറങ്ങി നോക്കട്ടെ, അതിനവർ ആ ക്ഷണം അതിനെ ഓടിച്ച് ആർളം ഫാമിലോട്ട് കയറ്റും. പക്ഷെ ഞങ്ങൾ അത്ര ദൂരെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് പിന്നെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം നശിപ്പിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു വിഷമം. പല ആൾക്കാർ ഇങ്ങനെ വന്ന് നശിപ്പിച്ച് പോകുമ്പോൾ കുറേ ആൾക്കാർ വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിയിട്ട് പോകും. പക്ഷെ ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിരന്തരമായിട്ട് ആനശല്യം. ഞങ്ങൾക്ക് കൃഷി പിന്നെ തെങ്ങ്, വാഴ, കിഴങ്ങ് ഇതൊന്നും ഉണ്ടാക്കിയാൽ ആന വെക്കൂല, എല്ലാം നശിപ്പിക്കും. ഇന്നലെ 2 പ്രാവശ്യം വന്നു, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞിടയിൽ തന്നെ ഇതിന്റെ പുറത്ത് ആർളം ഫാമിന്റെ പാലപ്പുഴ ഭാഗത്തേക്ക് ഒരു ആന കടന്നിട്ട് അതിനെ ഓടിച്ച് ഇവര് പേപ്പറിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആർളം ഫാമിലേക്ക് ഓടിച്ച് കയറ്റിന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെന്ന മനുഷ്യരല്ലേ, നമ്മളിവിടെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർ അറിയുന്നില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലാണ്. ആർളം ഫാമിലെ ബ്ലോക്ക് 7-ലാണുള്ളത്. വയനാടൻ പ്രദേശം എന്ന് പറയുന്ന വയനാട് കുന്ന് എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രദേശമാണ്. കൂടുതൽ വയനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായ ആളുകളാണുള്ളത്. ഒത്തിരി പ്രതീക്ഷയോടുകൂടി വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങിയ ആളുകളാണ്. പക്ഷേ അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ദിവസവും എന്ന് പറയുന്ന പോലെ കാട്ടാന പ്രശ്നം പിന്നെ ആർളത്തെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അവരുടെ ജീവിതം ഇപ്പോൾ വളരെയധികം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ആന വന്നിരുന്നു, കഴിഞ്ഞ രാത്രിയിൽ വന്നിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ മോഴ, അതുപോലെ തന്നെ കല്ലേരി കൊമ്പൻ എന്ന് വിളിക്കുന്ന അങ്ങനെ 2 ആനകളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ മോഴയാന നമുക്കറിയാം 3 പേരെ കൊന്ന ഒരാനയാണ്. പ്രത്യേകിച്ച് ഈ വർഷം തന്നെ ഒരാളെ കൊന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം 2 പേരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ ആന ടോർച്ചടിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ചെയ്ത ആളുകളുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ആനയാണ്. അതുകൊണ്ട് ആളുകൾ വലിയ ഭീതിയിൽ തന്നെയാണ്. എന്തൊച്ച കേട്ടാലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫോറസ്റ്റുകാരെ വിളിക്കാനല്ലാതെ മറ്റൊരു മാർഗ്ഗം അവർക്കില്ല. പക്ഷേ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പറമ്പുകളും കാര്യങ്ങളൊക്കെ ആന ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാത്രികളും ആന ആളുകളുടെ പറമ്പിൽ കൂടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആർളം ഫാമിലെ ബ്ലോക്ക് 7-ലാണുള്ളത്. വയനാട് ഏരിയ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. ഈ ഒരു പ്രദേശത്താണ് കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരമായിട്ട് കാട്ടാനശല്യമാണ്. പ്രത്യേകിച്ച് ആ മോഴയാനയാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നൊരു വിവരം. ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖലയാണ്. പക്ഷേ പല സ്ഥലത്തും കാടൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ തോന്നുന്നത് അങ്ങോട്ടൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കറണ്ടിൻ്റെ ലൈൻ പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാം, താഴെ അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഇപ്പുറത്തോട്ടും വീടുകളുണ്ട്. ഇവിടെ കുറേ ഏരിയകൾ ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് കാട് പിടിച്ച് കിടക്കും കേട്ടോ. നമുക്ക് ഏതായാലും ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ളൊരു ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുലോചന. ഇത് ബ്ലോക്ക് 7 അല്ലേ? 7-2 വയനാട് ഏരിയ. എന്താണ് സ്ഥിതി ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിരന്തരമായിട്ട് ആനശല്യം. ഞങ്ങൾക്ക് കൃഷി പിന്നെ തെങ്ങ്, വാഴ, കിഴങ്ങ് ഇതൊന്നും ഉണ്ടാക്കിയാൽ ആന വെക്കൂല, എല്ലാം നശിപ്പിക്കും. ഇന്നലെ ഞങ്ങൾക്ക് 2 പ്രാവശ്യം വന്നായിരുന്നു. ഇന്നലെ 2 പ്രാവശ്യം വന്നു, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഈ ആരാട്ടി ഗ്രൂപ്പുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇതിൻ്റെ തൊഴിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കില്ലേ കുട്ടികളും കുടുംബമൊക്കെ. അപ്പോൾ നമ്മളെ നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നില്ലെങ്കിൽ ആനനെ ഈ മോഴയാനയെ കല്ലേരി കൊമ്പനെയും പിന്നെ മയക്കുമരുന്ന് വെടിവെച്ചിട്ട് അവർ ആനപ്പന്തിലേക്ക് മാറ്റണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മോഴയാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട്. അതെ. ഇന്നലെ രാത്രി വന്നിട്ട് കുറെ നാശനഷ്ടം, തെങ്ങ്, കിഴങ്ങ്, പിന്നെ ഞങ്ങൾ കമ്പി വേലി മൊത്തം പൊട്ടിച്ച്. പിന്നെ രാത്രി അറിയുന്നുണ്ട്. രാത്രി ഒച്ച വെക്കുമ്പോൾ ഞങ്ങൾ എണീക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓടിക്കാൻ പോവും? അങ്ങനെ എന്താ? അല്ല, ഞങ്ങൾ ഇവരെ വിളിക്കൂ. പിന്നെ ഫോറസ്റ്റുകാർ വരുന്നുണ്ടല്ലോ, അവർ വന്നിട്ട് പിന്നെ പടക്കിന് ഇട്ടിട്ടൊക്കെ പോകും. പക്ഷെ അവരും ഒരു മനുഷ്യനല്ല, അവർക്കും ഒരു പിന്നെ അവർക്കും പേടിയില്ലേ.
ഏതായാലും വലിയ ബുദ്ധിമുട്ടല്ലേ ഇവിടെ താമസം അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ആല ഫാമിൽ പിന്നെ ഭയങ്കര ആനക്കൂടെ ശല്യമാണ്. ഞങ്ങൾ പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ വീട് മേലെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അത് ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഞാൻ താഴെ വീട്ടിൽ വന്ന് കിടക്കുന്നത്. ചേച്ചിയൊക്കെ എത്ര വർഷം ഇവിടെ? ഞാൻ ഇവിടെ വന്നിട്ട് 5-6 വർഷമായി. എവിടുന്നാ വന്നത്? ഞങ്ങൾ വയനാട് മാനന്തവാടി കൽപ്പറ്റ. അപ്പൊ അതായത് കൂടുതൽ വയനാട്ടിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഞങ്ങൾ വയനാട്ടിൽ വന്നാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് വയനാട് ഏരിയ എന്ന് പറയുന്നത്. അതന്നെ വയനാട് ഏരിയ. ആറളം ഫാമിൽ ഒരു ബ്ലോക്കാണ് 7-2 ഈ ഒരു പ്രദേശം. അതുകൊണ്ടാണ് ഇത് വയനാട് ഏരിയ എന്ന് പറയുന്നത്. കാരണം വയനാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ ഇവിടെ സെറ്റിൽമെന്റ് ചെയ്ത് ഇങ്ങോട്ട് വരുത്തിച്ചുകൊണ്ടാണ് വയനാട് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഏതായാലും ആ പ്രദേശത്തേക്ക് പോകാം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒന്നില്ലെങ്കിൽ ഈ കല്ലേരി കൊമ്പനും മൊഴിയാനെയും മയക്കുമരുന്ന് വെടി വെച്ചിട്ട് പിന്നെ ആനപ്പന്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതിന്റെ ഒരു തീരുമാനം എടുക്കണം. ഈ മൊഴിയാനയല്ലേ ഈ ആളുകളെയൊക്കെ? അതെ അതെ. ഞങ്ങളൊക്കെ പേടിച്ച് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ല. പകൽ സമയത്തും പകലെന്ന് വെച്ചാല് അങ്ങനെ ഇറങ്ങൂല. രാത്രിയാണ് നമ്മൾ ഉറങ്ങാൻ സമയത്താണ് നേരത്തെ ഇറങ്ങും. ഇതിൽ കൂടെ വരും. ഇതിലെ കൂടെ വരും. ഇതിലെ വരുന്നത്? ഇതിലെ വരും. ടവറിന്റെ അതിൽ കൂടെ വരും. എങ്ങോട്ടാ പോകുന്നത്? പോകുന്ന വെച്ചാൽ അവര് ഭക്ഷണം എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം തിന്ന്, തെങ്ങ് കിഴങ്ങ് വാഴയൊക്കെ തിന്ന് നശിച്ചിട്ട് പോവൂല. പിന്നെ ഈ ആരാട്ടി ഗ്രൂപ്പുകാർ വിളിക്കുമ്പോ അവർ വന്നിട്ടാണ് പകലിന്ന് അപ്പുറത്തുണ്ട് വലിയൊരു കാടായിട്ടുണ്ട്. അതെ, കാട് തെളിക്കാത്തോണ്ട് അതൊരു പ്രശ്നമല്ലേ? അതെ. ഇപ്പൊ വെട്ടുന്നുണ്ട്. തെളിക്കാൻ തുടങ്ങിയല്ലേ? ഇന്നലെ വന്നത് ഇതിൽ കൂടിയാണ് വന്നേ. ഇതിലിങ്ങനെ വന്നേ? ആന ഈ ഇവിടുന്ന് ഇങ്ങനെയാട്ടോ വന്നേ. രാത്രി ആന പോയ വഴിയാണ്. ഇത് ആരുടെ സ്ഥലം? ഇത് ഒരു ഭാസ്കരൻ വയനാട്ട് കല്യാണത്തിന് പോയി. ഇതാണ്ട ഇന്നലെ വന്നിട്ട് നശിപ്പിച്ചിട്ട് പോയതാണ്. ഇതാ തെങ്ങ്, ചക്ക ഒന്നുമില്ല, എല്ലാ ചക്കയും പറിച്ചതാ. ഇതിപ്പോ എപ്പോ പിടിപ്പിച്ച ഈ സാധനം? ഇത് അവര് പിടിപ്പിച്ചിട്ട് ഇപ്പൊ 1 മാസമായി കാണും. ഇത് അടിച്ചില്ല അപ്പൊ ഇന്നലെ രാത്രി? ഇല്ല, അവർക്ക് മറന്നുപോയി. ഓണാക്കാൻ മറന്നുപോയി. ആന വന്ന് ഈ തെങ്ങ് മൊത്തം പിടിച്ചിട്ട്. പക്ഷേ ഈ സാധനം നമ്മുടെ അലാം സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു, അത് ഓണാക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞേ. അത് ഭയങ്കര അവത്തായി പോയി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവം. ഇതിൽ വന്നിട്ട് സ്ഥിരം വരുന്നോണ്ടായിരിക്കും അത് കൊണ്ടേ വെച്ചാലേ ഇവിടെ. അതെ, ഇതാണ്ട ചക്കയുണ്ട. ഈ ആ പിലാവിൽ മൊത്തം ചക്കയും തീർന്നു. അതും പറിച്ച് ഇന്നലെ രാത്രി തിന്നു. പിന്നെ ഈ പിലാവിലെ ചക്കയും പറിച്ച് തിന്നിട്ട് ബാക്കിതാ ഇതെവിടെ ഇട്ട് അല്ല പറിച്ചിട്ട് അവർ തിന്നിട്ട് ബാക്കി അതാ തെങ്ങ്. പിന്നെ ആ വേലി മൊത്തം പൊട്ടിച്ചായിരുന്നു. ആ പിലാവ് നിറച്ചും ചക്കണ്ട, അത് തിന്നു. വയനാട് ഒരാഴ്ച ഇവിടെ തന്നെ കണ്ടോ. ഇവിടുത്തെ ഇതിൽ മാങ്ങയുണ്ട്, മാങ്ങയും തിന്നു. മാങ്ങയും പറിച്ച് എല്ലാം തിന്നു അടിയിലുള്ള. ഈ തെങ്ങ് ഇന്നലെ പിന്നെ ഒരു പടക്കിനിട്ടായിരുന്നേ വാച്ചർ. ആന അവിടെ നിന്ന് ഓടിച്ചിട്ട് ഇവിടം വരെ ഓടിച്ചു. വാച്ചറിന് ഓടിച്ചു. പടക്കം പൊട്ടിച്ചു. വേലി കണ്ടാ ആന ഓടിച്ചിട്ട് വേലി ഇത്രയും പൊട്ടിച്ചിട്ടാണ് ആന ഓടിക്കൊണ്ട് വന്നേ. അവിടുന്ന് ഓടി വന്നു. ഞങ്ങൾ അകത്തേക്ക് കയറുന്നത്. ഈ പിലാവ് നിറച്ചും ചക്കയുണ്ട്, അത് മൊത്തം തിന്നു കഴിഞ്ഞ്. അതാ പറിച്ചിട്ടാണ് തിന്നതിന് ബാക്കിയതാ. അതാ ഈ പിലാവ് നിറച്ചും ചക്കയുള്ളതാണ്. ഇന്നലെ ഓടിച്ചതാണ്. ഇവിടുന്ന് ഓടിച്ചത് വാച്ചറിനാ. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നോ? അവിടുന്ന് പടക്കനിട്ടു. പക്ഷെ ആന ഇവിടുന്ന് ഓടിച്ചിട്ട് അവിടെ വരെ ഓടിച്ച് ആന വാങ്ങി വന്നല്ലേ? അതെ. അപ്പൊ ഞങ്ങളെല്ലാം റൂമിൽ കയറി. മോഴയാനല്ലേ? ഭയങ്കര അവസ്ഥയാട്ടത്. പടക്കം പൊട്ടിക്കുകയോ ലൈറ്റ് ഓണാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആന നേരെ ആളുകളുടെ നേരെ വാങ്ങിയെടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ആനയാണ്. ഭയങ്കര അപകടകാരിയാണ്. പിന്നെ അവിടെയും പൊട്ടിച്ചിട്ട് വേലി ഇത് മൊത്തം വേലി. ഇത് അവിടുത്തെ രാമകൃഷ്ണന്റെ അങ്ങ് വന്ന വഴിക്കുള്ള എന്റെ വീട് മേലെ. എന്റെ വേലി മൊത്തം പൊളിച്ചേ. ആളുകളുടെ പറമ്പെല്ലാം വളരെ വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് ആളുകൾക്ക് കൊടുക്കാത്ത പറമ്പാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത് കേട്ടോ.
വയനാട് ഏരിയയിലുള്ള പറമ്പുകളൊക്കെ ഈ ആർല ഫാമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പറമ്പ് സൂക്ഷിക്കുന്നത്. ഇഷ്ടംപോലെ അതെ, എല്ലായിടത്തും നല്ല രീതിയിൽ കൃഷിയും ചെയ്യുന്ന ഒരു പറമ്പുകളാണ് വയനാട് ഏരിയയിലുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ആ തെങ്ങും പിടിച്ചല്ലേ? ആ ഇങ്ങനെ പിടിച്ച്. പിന്നെ അവിടെ ഞങ്ങൾ പോകുന്ന വഴി വേലിയൊക്കെ പൊട്ടിച്ച്, അപ്പുറത്തെ വേലി മൊത്തം പൊട്ടിച്ച്, അത് അപ്പുറത്ത് കൂടെ പോകണം. ഈ ഒരു മുള്ളുവേലിയൊക്കെ ചവിട്ടിയാണ് അങ്ങനെ മൊത്തം ഒട്ടിച്ച് ഇങ്ങോട്ട് ക്രോസാക്കി ഇട്ടേക്കാണ്. അന്നേരം പാഞ്ഞ് അവരുടെ നേരെ ഓടിച്ചെന്നു കേട്ടോ. ഇത് കൃഷി നശിപ്പിക്കാനെക്കാളും കൂടുതൽ ആളുകളുടെ നേരം വരുന്നുണ്ടല്ലേ? ആ അതാണ്. ഞാനും ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. ഈ വീട്ടിൽ കിടക്കുന്നത്. ഇവിടെ പിന്നെ അവരുണ്ട്, ഞാനും ഒറ്റയ്ക്കാണ്. എൻ്റെ മോള് മരിച്ചിട്ട് ഇപ്പോൾ 5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഞാനും ഒറ്റയ്ക്കായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. രാത്രി ഇതിങ്ങനെ ഭയങ്കര പേടിയായിരിക്കും അല്ലേ? ആ ഒറ്റയ്ക്ക് കിടക്കണ്ടേ. രാത്രി നിങ്ങളെ ഉറക്കം ഒക്കെ പോയി കാണൂലേ? ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. 2 പ്രാവശ്യമാണ് വന്നേ. അതായത് പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ ടോർച്ചടിച്ചോ നേരെ വരുമോ? വരും. ആ മുളയാനയുടെ തനി സ്വഭാവം കേട്ടോ. അത് നമ്മൾ ഇതിന് മുന്നേ പല പ്രാവശ്യം പല വീഡിയോസിൽ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ലൈറ്റ് അടിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ചെയ്താലാണ് ചാർജ് ചെയ്യുക. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആനയാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുനിത. ഇവിടുത്തെ ശരിക്കത്തെ ഒരു അവസ്ഥ ഒന്ന് വിവരിക്കാമോ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുരിതം അനുഭവിക്കുകയാണ് നമ്മൾ ആനേൻ്റെ പ്രശ്നം കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഭൂമി കൊടുത്തിരിക്കുന്നത് തന്നെ 2 സ്ഥലങ്ങളിലായിട്ടാണ്. എന്നുവെച്ചാൽ 10 സെൻറ്റ് സ്ഥലം വീട് വെക്കാനും പിന്നെ 90 സെൻറ്റ് കൃഷിഭൂമിയായിട്ട്. എന്നുവെച്ചാൽ ഓരോരുത്തരുടെ കൃഷിഭൂമിയിലേക്ക് നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരം വരെ ഉണ്ട് ഈ താമസ സ്ഥലത്ത് നിന്ന് കൃഷിഭൂമിയിൽ എത്താൻ വേണ്ടി എത്തിപ്പെടണമെങ്കിൽ. പക്ഷെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കൃഷിഭൂമിയിൽ എന്തെങ്കിലും നട്ട് പിടിപ്പിച്ചാൽ തന്നെ ആ പിറ്റേന്ന് ദിവസം വരുമ്പോൾ അത് ഇല്ലാത്തൊരവസ്ഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ കുറച്ച് ഉണ്ടായാൽ തന്നെ ഇതിപ്പോൾ പിന്നെ ആനയാണ്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഒരു 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് ഇതിൽ തന്നെയാണ് ആനയുള്ളത്. എന്നുവെച്ചാൽ ഈ വയനാട് മേഖലയ്ക്ക് വയനാടുകാർക്ക് കൊടുത്തേക്കുന്നത് ഏകദേശം ഒരുപാട് ഭൂമി ഉണ്ട്. പക്ഷെങ്കിൽ താമസത്തിന് എത്തിയിരിക്കുന്നത് ആകെ 50ഓളം കുടുംബങ്ങളാണ്. ബാക്കിയെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമായിട്ടാണ് അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് പോലെയാണ്. അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങൾക്ക് വന്ന് തമ്പടിക്കാനും അതിനെല്ലാം നല്ലൊരു സൗകര്യം ഉണ്ട് ഈ ഒരു മേഖലയിൽ. എന്നുവെച്ചാൽ ഒരുപാട് എല്ലാ വർഷവും TRDMൻ്റെ ആയാലും ഇവർ കാട് വെട്ടിത്തെളിക്കുന്ന സ്കീം കൊണ്ടുവരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് മേഖല വെട്ടിത്തെളിക്കണം എന്ന് പറഞ്ഞാലും ഈ ഒരു മേഖലയിലേക്ക് അത് കടക്കുന്നില്ല. കൂടുതലും മറ്റുള്ള ബ്ലോക്കുകളിലേക്കാണ് പോകുന്നത്. എന്നും ഒരു ഒഴിവാക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഞങ്ങളെല്ലാം വയനാടുകാരാണ്. വയനാട് ഞാൻ വന്നിരിക്കുന്നത് കൽപ്പറ്റ കോട്ടത്തറ പഞ്ചായത്തിൽ നിന്നാണ്, കൽപ്പറ്റയ്ക്കടുത്ത്. അപ്പം ബാക്കിയുള്ള പിന്നെ മാനന്തവാടി പിന്നെ കൗമന്നം ഏകദേശം ആളുകളും കൽപ്പറ്റേൻ്റെ ഏകദേശം അടുത്ത്. ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം 13 വർഷം കഴിഞ്ഞു. ഏകദേശം 14 വർഷം ആവുന്നു. എല്ലാ വർഷവും വന്ന വർഷം മുതലേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? വന്ന വർഷം മുതൽ വന്നൊരു 2-3 വർഷം ഇതുപോലെ ആനയില്ലായിരുന്നു. അത് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. അതിന് ശേഷമാണ് ഈ ആനകളിങ്ങനെ വരാൻ തുടങ്ങിയതും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഈ ആനമതിലിൻ്റെ പണി പൂർത്തീകരിച്ചാൽ തന്നെ നമുക്ക് 100% പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചെല്ലാം വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന ഒരു രീതിയിൽ. അതെ, ആനമതിലിൻ്റെ പണി കഴിഞ്ഞിട്ട് ആദ്യം ആനമതിൽ പണിത് ഏകദേശം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലുള്ള മൃഗങ്ങളെല്ലാം പുറത്ത് കടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആനയുണ്ട്. എന്നുവെച്ചാൽ ഈ കശുവണ്ടി ആവുന്ന സീസണാണ് ഇത് കൂടുതലായിട്ടും വരിക. കൂടുതലായിട്ടും വന്നു കഴിഞ്ഞാൽ ഇത് പറമ്പിൽ ഒന്ന് കടന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു 5-10 കശുമാവിൻ തൈ കളയും. ഇത് വന്ന് കുലുക്കിയിട്ടും കമ്പൊടിച്ചിട്ടും എല്ലാം ഉണക്കിയും വേരെല്ലാം ഇളക്കി അങ്ങനെ ഒരു വർഷം എങ്ങനെ പോയാലും ഒരു 10ൻ്റെ മേലെ കശുമാവിൻ തൈകൾ കളയുന്നുണ്ട്. അതും കായ്ഫലമുള്ളത് തന്നെ.
എന്നുവെച്ചാൽ ഇവിടെ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് മാത്രമാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ഈ പറമ്പിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഇതിങ്ങനെ ആന വന്നെന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന്. എങ്ങനെ ഓടിക്കാനും പോയാലും അയ്യോ മോഴയാനെ ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ വിളിക്കുമ്പോഴെല്ലാം വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഇന്നലെ എല്ലാം 2:30-ക്കാണ് ഈ കഴിഞ്ഞ രാത്രി വന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ അടുത്തുള്ള ആളുകളൊക്കെ പടക്കം പൊട്ടിച്ച് അങ്ങനെ ഓടിക്കുക ചെയ്ത് പറമ്പിൽ നിന്ന്. പറമ്പിൽ വന്നാൽ ഇതാണ് അവസ്ഥ. അതാ വേലി ഉള്ള താൽക്കാലിക ഇത് പൊട്ടിക്കുമ്പോഴത്തേക്കും ആന നേരെ ഓടിക്കുന്നവരെ നേരെ ആന തിരിഞ്ഞ് ഓടിക്കലാണ്. ഒന്നില്ലെങ്കിൽ ഇതിനെ പിടിച്ചു കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിഗതി ആക്കണം. ഇല്ലെങ്കിൽ എന്താ മാർഗം എന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ എത്ര കാലം ഇവിടെ നമുക്ക് കഴിയാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. വയനാട്ടിലൊക്കെ ചെയ്ത പോലെ വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരാളെ കൊല്ലുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട പിന്നെ സ്ഥിതിയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെയല്ലല്ലോ. ഇവിടെ ഇപ്പം അടുപ്പിച്ച് കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് 3 പേരെയാണ് ആന കൊന്നത്. പക്ഷേ മോഴയാന കൊന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതുവരെ ആയിട്ട് അതിനൊരു നടപടി എടുത്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആനയുള്ളത്. ഇല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ചെയ്യാനുള്ള കൊണ്ടുപോവുക അല്ലെങ്കിൽ മയക്കുപിടിയെല്ലാം വെച്ച് അങ്ങ് മാറ്റിക്കളയാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത് ചെയ്യുന്നില്ലല്ലോ. എത്ര കണ്ടാലും ഇവിടെ ആദിവാസികളാന്ന് വെച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിലായിരിക്കാം ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ അതിന് മുതിരാത്തത്. അത് പക്ഷേ ജനറൽ മേഖലയിലായി കഴിഞ്ഞാലോ ഒരു ആന ഇവിടെ ആർളം ഫാമിലല്ലാതെ പുറത്തൊന്ന് ഇറങ്ങി നോക്കട്ടെ, അതിനവർ ആ ക്ഷണം അതിനെ ഓടിച്ച് ആർല ഫാമിലോട്ട് കയറ്റും. ഫോറസ്റ്റ് അല്ലേ ആർല ഫാം. ഇവിടെ ജനങ്ങളൊന്നുമില്ല. ഇവിടെ ആദിവാസികൾ മിണ്ടൂല പറയില്ല എന്ന് വെച്ചിട്ട് അതിന് കഴിഞ്ഞിടയിൽ തന്നെ ഇതിൻ്റെ പുറത്ത് ആർളം ഫാമിൻ്റെ പാലപ്പുഴ ആ ഭാഗം ആർളം ഭാഗത്തേക്ക് ഒരു ആന കടന്നിട്ട് അതിനെ ഓടിച്ച് ഇവർ പേപ്പറിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആർല ഫാമിലേക്ക് ഓടിച്ച് കയറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെന്ന മനുഷ്യരല്ലേ, നമുക്കും ഇല്ലേ, നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർ അറിയുന്നില്ല. ഒന്നാമത്തത് ഇവിടെയുള്ള ആളുകൾ ഒന്നും പ്രതികരിക്കില്ല എന്നുള്ളൊരു ഭാവമാണ് എല്ലാവർക്കും. പ്രതികരിക്കുന്നില്ലല്ലോ. പ്രതികരിച്ചവരെ വായടപ്പിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. എന്തായാലും ഇതിനെ ഇങ്ങനെയുള്ള പ്രശ്നക്കാരായിട്ടുള്ള ആനേനെ ഓടിച്ചു വിട്ടിട്ടില്ലെങ്കിൽ ഇപ്പം നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. ഇനിയും ചിലപ്പോൾ ഇതുപോലെ അതെ, ഇനി മരണങ്ങൾ എല്ലാ വർഷവും സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ഒരു മരണം സംഭവിക്കുമ്പോൾ ഒരു ആൾക്കൂട്ടവും സമരവും കാര്യങ്ങളും പിന്നെ ബോഡി തടഞ്ഞു വെക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ആക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു വൈകുന്നേരം രാത്രി വരെ തടഞ്ഞു വെക്കും ബോഡി. പിന്നെ ജനങ്ങളെല്ലാം പോയി കഴിയുന്നു. അപ്പോൾ പോലീസുകാരായാലും അവർ അവിടെ കാവലുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആളുകൾ കുറയുമ്പോഴത്തേക്കും പിന്നെ പ്രശ്നം കുറയുമല്ലോ. അപ്പോഴത്തേക്കും ബോഡി അടക്കം ചെയ്യും. അതാണ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണത്. എന്നുവെച്ചാൽ ആൾക്കൂട്ടുള്ളപ്പോൾ അത്രയും നേരം അവിടെ തടഞ്ഞു വെക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേര സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ആനക്കാടല്ല എല്ലാവർക്കും പേടിയാണ്, അവരവർ വീട്ടിലെത്തണം. ആ സമയമാകുമ്പോഴത്തേക്ക് ഇവർ ബോഡി അടക്കം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ഇത് എല്ലാ വർഷവും തുടരുകയുള്ളൂ. അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമൊന്നും ഇതുവരെ ഇത്രയും വർഷമായില്ലേ ഇതുവരെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, മനുഷ്യർ കൊന്നുകൊണ്ടിരിക്കും. അത് തന്നെ നടക്കുകയുള്ളൂ. ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് ഇവിടെ ജീവിക്കുന്ന നമുക്കത് ബോധ്യമായിട്ടുണ്ട്. ഇത്രയും വർഷം കൊണ്ട് ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന്. അതേസമയം നടക്കും. പുറത്ത് ജനറൽ മേഖലയിലാണെങ്കിൽ നടക്കും. അവരതിന് സമ്മതിക്കില്ലല്ലോ. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് അവർ ഇതിലെ കേട്ടു ഇതിലെ വിട്ടു എന്ന് പറഞ്ഞ പോലെയാണ്. അതിനൊരു പരിഹാരമില്ല. ചേച്ചിയുടെ പേരെങ്ങനെയാ? ഇവിടെ തന്നെയാ, ഈ ഭാഗത്ത് തന്നെയാ വീട്? എല്ലാ ദിവസവും ആന വരുന്നുണ്ടല്ലേ? ആഴ്ചയിൽ ഇപ്പോൾ ഒരാഴ്ച ആന വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ആന വരുമ്പോൾ എന്താ ചെയ്യുക? ഞങ്ങൾ ഇവരെ ഫോറസ്റ്റുകാരെ വിളിക്കും. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ഓടിക്കാൻ പോവോ? ഇല്ല ഇല്ല. അവർ വന്നിട്ട് പടക്കം ഓടിക്കും. വന്നു കഴിഞ്ഞാൽ മൊത്തം നശിപ്പിച്ച് പോകാം. നമ്മളെ വേലി ഇതിലിങ്ങനെ ഇതെല്ലാം വേലി കശുവണ്ടി ആകുമ്പോൾ ഒരാഴ്ച എത്ര പ്രാവശ്യം വെച്ച് വരുന്നുണ്ട്? ഈ ഇടയ്ക്ക് ഒരാഴ്ച ആന ഇപ്പോഴും വരില്ല. 3-4 പ്രാവശ്യം വന്നില്ല. 3 ദിവസം കഴിഞ്ഞ ആഴ്ച വന്ന് ഈ ആഴ്ച എല്ലാം വന്ന്. ഇപ്പോൾ ആന മറ്റേ ഫോറസ്റ്റുകാർ വന്നിട്ട് പിന്നെ ഓടിച്ച് വിടും. വേലി ഓടിച്ച് ചേട്ടൻ വേലി കടന്നപ്പോൾ പിന്നെ വേലി
ഇപ്പം വേലി കിടന്ന് അപ്പുറത്തെത്തിയായിരുന്നു. അപ്പുറത്തിപ്പം വേലി ഓടിച്ചു ചേട്ടനെ. പടക്കം പിടിച്ചപ്പോഴാണ് ഓടിയെന്ന്. ഭയങ്കര പ്രയാസമായിരിക്കും ഇവിടെ. ഭയങ്കര ആനേനെ ഭയങ്കര ശല്യമാണ്, നമുക്ക് ജീവിക്കാനാവില്ല. 14 വർഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ചേച്ചിയൊക്കെ വയനാട്ടിൽ ഏത് ഭാഗത്ത് നിന്ന്? വന്നിട്ട് തലപ്പുഴ തലപ്പുഴ ഇവിടുന്നാണ് വന്നത്. അവിടെ നിന്ന് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ. അവിടെ നിങ്ങൾ എങ്ങനെയാണ് താമസിച്ചോണ്ടിരുന്നത്? അവിടെ തറവാടായതുകൊണ്ട് സ്ഥലമൊന്നുമില്ല. അത് ഇവിടെ നിങ്ങൾക്ക് 1 ഏക്കർ സ്ഥലവും കിട്ടി, ഒരു കുഞ്ഞു വീടും കിട്ടി. പക്ഷേ 10 സെന്റ് വീട്. പക്ഷെ ജീവിതം നടക്കുന്നുണ്ടോ? ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിക്കാൻ പറ്റുന്നില്ല. തൊഴിലുറപ്പ് പിന്നെ അതില്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ തോട്ടത്തിലാണെങ്കിൽ കശുവണ്ടി ആകുമ്പോൾ ആന വന്നിട്ട് അതും പോക്കും. കശുവണ്ടിയൊക്കെ തിന്നുന്നല്ലേ? കശുവണ്ടി തിന്ന് പിന്നെ ഓടിക്കും, എല്ലാം ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനയെ കൊണ്ട് ജീവിക്കാനാവുന്നില്ല. ഈ പറമ്പിൽ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. പുറത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് കുറെ ദൂരം പോകണല്ലോ അല്ലേ? ദൂരം പോകണം, ജോലിക്കൊക്കെ പോകണം. വൈകിട്ട് എത്ര മണിയാകുമ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ കയറും? ഞങ്ങൾ 6 മണിയാകുമ്പോൾ കയറും അല്ലേ? അതായത് അങ്ങനെ പിന്നെ പുറത്തിറങ്ങൂല? ഇല്ല, പുറത്തിറങ്ങൂല. ഒരു ടൗണിൽ പോകണമെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പോകൂല. വണ്ടി ഉള്ളവർ പോകും. രാത്രി ഇങ്ങോട്ട് വണ്ടിയും കിട്ടൂല? വണ്ടി കിട്ടൂല. ടൗണിൽ ഓട്ടോറിക്ഷ പിടിച്ചാലും ഇങ്ങോട്ട് വരുന്നില്ല. വീടില്ലാത്തവർ ഓട്ടോറിക്ഷ 6 മണി അങ്ങോട്ട് വരില്ല. പിന്നെ വലിയ വണ്ടി ഉണ്ടെങ്കിൽ പോകും. അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ, ജീവിക്കാൻ ആവുന്നില്ല. ഇത് കഴിഞ്ഞ രാത്രിയിൽ ആന വന്നിട്ട് ഈ ഒരു വേലി ഇങ്ങോട്ട് വേലി എന്ന് പറഞ്ഞാൽ കമ്പി വേലിയാണ് കേട്ടോ. അത് മൊത്തം ഇങ്ങോട്ട് ചാച്ച് വെച്ചിട്ട് ഇതിലെയാണ് ആന അവരുടെ നേരെ ചാർജ് ചെയ്തതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അവരിവിടെ പടക്കം പൊട്ടിച്ചപ്പോൾ അവരുടെ നേരെ പാഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ദൃശ്യം കൂടി കാണാൻ ഇവിടെയൊക്കെ വന്നിട്ട് വാഴ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാവേല് പിടിച്ചു, മാവേലുള്ള മാങ്ങയൊക്കെ പറിച്ച് തിന്നു. അതുപോലെ തന്നെ ആ തെങ്ങ് ഇതുണ്ടോ, അവിടെ ആ അലാം സിസ്റ്റം ഇരിക്കുന്ന തെങ്ങേലും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ അലാം സിസ്റ്റം ഓണാക്കാൻ മറന്നുപോയി എന്നാണ് അവർ പറഞ്ഞത്. അത് വലിയൊരു അബദ്ധമായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുണ്ടോ, ഈ തെങ്ങയെ പിടിച്ചു, അതുപോലെ തന്നെ ഈ തെങ്ങയെ പിടിച്ചു. തെങ്ങിനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് നോക്കുമ്പോൾ തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും, പക്ഷേ ഈ തെങ്ങിൻ്റെയൊക്കെ കൂമ്പൊക്കെ ആയിരിക്കും ആന പറിച്ച് കളയുന്നത്. അത് തെങ്ങ് പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. അതാണ് തെങ്ങിന് പറ്റുന്നൊരു ഇത് കേട്ടോ. അതുപോലെ ഇതാണ് ഇവരുടെ വീട് കേട്ടോ. ഈ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഇതിലേ വന്നിട്ടുണ്ടല്ലേ? പല പറമ്പിൽ കൂടെ കേട്ടോ ആന കടന്നു വരുന്നത്. ആണല്ലേ? ഇതൊക്കെ ഇത് മുള്ളുവേലി കേട്ടോ. ഈ മുള്ളുവേലി ചവിട്ടി താത്തി വെച്ചേക്കുന്നതാണ് കാണുന്നത്. വേറെ ഇതിലേക്കും പോയിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് കിടന്നത്? കഴിഞ്ഞ മഴക്കാലത്ത് ഞാനും എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. ഇവിടെ താഴെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ആന മുറ്റത്ത് വീടിൻ്റെ മുന്നേ കൂടെ വന്നിട്ട് ഇതവിടെ ഒരു 12 വാഴയുണ്ട്, കൊരിക്കാനെ വാഴ. അത് മൊത്തം തിന്ന് പിന്നെ ഇതിൽ കൂടെ വന്ന് ഇതിലിറങ്ങി ഇവിടുത്തെ കുറച്ച് പുല്ലുണ്ട് അതൊക്കെ തിന്നിട്ട് ഈ തോട്ടത്തിൽ കൂടി വന്നിട്ടാണ് ഇവരുടെ തോട്ടത്തിൽ കടന്നു പോയത്. അത് എത്ര നാളായ സംഭവം നടന്നിട്ട്? കഴിഞ്ഞ മഴയ്ക്ക് അല്ലേ ചേച്ചി? കഴിഞ്ഞ മഴയ്ക്ക്. അന്നേരം ഈ വീട്ടിൽ ആരുമില്ല. ഈ ഇതാണ് എൻ്റെ വീട്. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിട്ട് അമ്മേനെയും കൂട്ടുണ്ടെന്ന് വയനാട്ടിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇല്ല, ഞങ്ങൾ പിന്നെ കൊടുത്തിട്ടില്ല. മുറ്റത്ത് കൂടിയാണ് വരുന്നത്. ഞങ്ങളുടെ ജനൽ കൂടിയാണ് നോക്കുന്നത്. ഇന്നലെ രാത്രി 2:30 എൻ്റെ മുഴയാനിയും കല്ലേരി കൊമ്പനും കൂടി വന്നിട്ട് ആ തോട്ടത്തിൽ കൂടി വന്നിട്ട് തെങ്ങും വാഴയും കഴുങ്ങും ഒക്കെ പറിച്ച് തിന്നിട്ടാണ് ലാസ്റ്റ് ഇവരുടെ പിന്നെ സുന്ദേച്ചിൻ്റെ തോട്ടത്തിൽ കടന്ന് അവിടുത്തെ പ്ലാവിലെ ചക്കയൊക്കെ മൊത്തം കുലുക്കി പറിച്ച് തിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഒച്ച കേട്ടപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഭാസ്കരൻ്റെ ബാച്ചറാണ് അവർ. അവരെ തോട്ടമാണ്. അവർ അറിഞ്ഞില്ലായിരുന്നു. അവരെന്നെ പടക്കിനിട്ട് പൊട്ടിച്ചപ്പോൾ നേരെ അവരെ ഓടിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഞങ്ങൾക്ക് പേടി. അത് അവർ പറയുന്ന കല്ലേരി എന്നാ പറയുന്നത്. 2 ആന ഉണ്ടായിരുന്നു. ഒന്ന് നേരത്തെ വന്നു പോയി, ഒന്ന് രണ്ടാമത് വന്നു. മുഴയാനുണ്ടോ? മുഴയാനുണ്ട്, രണ്ടും ഒരുമിച്ചല്ലേ? ഈ പറമ്പിൽ കൂടെ ഒക്കെ ആന പോകുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചി ബാക്കി
ആന അവിടെ ആ വേലി കിടന്ന് ഇപ്പുറത്തോട്ട് വരുന്നൊരു പ്രദേശം അവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടും കൂടെ പോവുക കേട്ടോ. അതായത് ഇവിടെ 3500 ഏക്കർ സ്ഥലമാണ് സെറ്റിൽമെൻറ്റിന് കൊടുത്തേക്കുന്നത് ഇവർക്ക്. ഈ 3500 ഏക്കറിലും അതുകൂടാതെ ആർളം ഫാമിൻ്റെ 3500 ഏക്കറിലും 7000 ഏക്കറിലും ആന എല്ലാ ദിവസവും ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. അപ്പോൾ അത്രത്തോളം ആന ഉണ്ട്. എത്ര ഏരിയ ഈ ആനകൾ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഈ പറമ്പിൻ്റെ ഇങ്ങനെ എൻ്റെ കേട്ടോ. ഓരോരുത്തർ വേലിയൊക്കെ തിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലൊരു പറമ്പും ഒഴിവാക്കാതെ എല്ലാ പറമ്പിൽ കൂടെ ആന പോകുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ആന വന്നതിൻ്റെ ഒരു കുഞ്ഞ് തെളിവ് ഞാനിപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ആന വരുമ്പോൾ ആനയെ പേടിപ്പിക്കാനായിട്ട് പാട്ട കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കേട്ടോ. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ഇവർക്ക് ഉപകാരപ്പെടുന്നില്ല കേട്ടോ. ആന എങ്ങനെയായാലും ഇതിനകത്ത് വരുന്നുമുണ്ട്. ഇവരുടെ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വന്നതിൻ്റെ കേട്ടോ. ഇതും കയറിപ്പോയതല്ലേ? ഇവരെ പറമ്പാണ് ഇത്. കേറി ഇത് കണ്ടെങ്ങനെയാന്ന് ഒടിച്ചിടുക. ചിലത് പിടിച്ചിളക്കും. അപ്പൊ ഇതിന്റെ വേരെല്ലാം ഇളകി അത് ഉണങ്ങി പോവാട്ടോ. ഇത് ഒടിച്ചാലത് കമ്പ് ഒടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു കമ്പ് അങ്ങ് പോയി കഴിഞ്ഞാൽ എത്ര കശുവണ്ടി കിട്ടുന്ന ഒരു കശുമാവുന്നു. ഇതുപോലെ പലതും പോയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പലതും പുറത്തേക്ക് പോലും അറിയുന്നില്ല. ഇങ്ങനെ ചെറുത് ഒടിയുന്നൊക്കെ അങ്ങനെ ആളുകൾ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചു വിടുകയാണ്. പക്ഷേ പല ആൾക്കാരും ഇങ്ങനെ വന്ന് നോക്കി പോകുന്നുണ്ട്. ആണല്ലേ? ആരും ഒരു പരിഹാരം ഇതിന് കാണുന്നില്ല. ഇതിലൊക്കെ വന്നിട്ടുണ്ടാവില്ലേ ആന കഴിഞ്ഞ രാത്രി? എല്ലാ ദിവസവും ഇപ്പൊ സ്ഥിരം ആന വരുവാ. പല ആൾക്കാരും ഇങ്ങനെ വന്ന് നശിപ്പിച്ച് പോകുമ്പോൾ കുറേ ആൾക്കാർ വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിയിട്ട് പോകും. പക്ഷെ ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഞങ്ങളെ വീടാണെങ്കിൽ 10 സെന്റ് ദൂരെയും 90 ദൂരെയാണ് കിടക്കുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബിന്ദു. ചേച്ചിയുടെ സ്ഥലമാണത്? അതെ. വീട് എവിടെയായിട്ടാ? വീട് കുറച്ച് മാറിയിട്ടല്ലേ? മാറിയിട്ടാണ് കിട്ടിയേക്കുന്ന സ്ഥലം. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ? ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാനും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾ പകലൊക്കെ വന്ന് ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പിന്നെ രാത്രി വന്ന് മൃഗങ്ങളെല്ലാം നശിപ്പിച്ചു പോന്ന്. ഇതിനൊരു നഷ്ടപരിഹാരം ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പല സ്ഥലങ്ങളിൽ ഞങ്ങളിങ്ങനെ പരാതി കൊടുക്കാന്നല്ലാണ്ട് ആരും ഒരു നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. രാത്രി ആന ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാറുണ്ടോ? പക്ഷെ ഇവിടെ വന്നാൽ അറിയില്ല. അടുത്തില്ലാത്തോണ്ട് അറിയില്ല. രാവിലെ വരുമ്പോൾ എന്തൊക്കെ പോയെന്ന് അറിയുള്ളൂ അല്ലേ? രാവിലെ വന്ന് നോക്കിയാലേ ഇങ്ങനെ എന്തൊക്കെ പോയെന്ന് അറിയുള്ളൂ. പക്ഷെ ഞങ്ങൾ അത്ര ദൂരെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് പിന്നെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം നശിപ്പിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു വിഷമം. വളരെ മനോഹരമായിട്ടുള്ളൊരു പറമ്പ് കേട്ടോ. നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, ഒരു പുല്ല് പോലും ഇല്ല. അത്രയും വൃത്തിയായിട്ട് ഈ പറമ്പ് സൂക്ഷിക്കുന്ന പറമ്പ്. വയനാട് ഏരിയയിൽ മാത്രം ഇങ്ങനെ ആർളം ഫാമിൻ്റെ പ്രദേശത്തുള്ള വയനാട് ഏരിയയിൽ മാത്രം. എല്ലാ ബ്ലോക്കിലും കിട്ടിയവർക്ക് വരുമാനം ഉണ്ടായിരുന്നു. തെങ്ങ്, റബ്ബർ, കശുമാവ് അല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വെറും കാടാ കിട്ടിയത്. കാടാണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയത്? അതെ. ഞങ്ങൾ ഇത്രയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം വെട്ടി നശിപ്പിച്ച് കത്തിച്ചിട്ട് ഈ തൈകൾ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ മൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നത്. കുഞ്ഞു മക്കളെയും കൊണ്ട് വെയിലത്ത് കഷ്ടപ്പെട്ട് വെട്ടി നശിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വെച്ചത്. മറ്റെല്ലാ ബ്ലോക്കുകാർക്കും തെങ്ങ് കിട്ടി, കശുമാവ് കിട്ടി, റബ്ബർ, അവർക്കെല്ലാം അധികം അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. വരുമാന മാർഗം ഉണ്ട് അവർക്ക്. ഞങ്ങൾക്കൊന്നുമില്ല. അത് ഇവർ പറയുന്ന വാലിഡായിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ. കാരണം ഇവർക്ക് ഞങ്ങൾക്ക് ഒരു വരുമാനം ഇതൊക്കെ കാടായിരുന്നു. ഈ കാട് ഇവർ കറക്റ്റായിട്ട് തെളിച്ച് അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ പറമ്പാണ് കേട്ടോ. അത് ബാക്കിയുള്ള ബ്ലോക്കുകളിലൊക്കെ ആർളം ഫാമിൻ്റെ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് അതില്ലായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഈ പറമ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ആർളം ഭാഗത്തെ പല ഭാഗത്തും ചെല്ലുമ്പോൾ കാണാത്തൊരു വൃത്തി ഈ പറമ്പുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആന ഇവിടുന്ന് പോകുന്നുണ്ടായില്ലായിരിക്കും. കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തിന്നാനുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് വീട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? വീട് ഇവിടെ, സ്ഥലം വേറെ സ്ഥലത്തും. അങ്ങനെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വന്ന് അധ്വാനിച്ച് ഇവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നില്ല. പഴം ആകുമ്പോൾ അതുപോലെ കുലുക്കി ആന വന്ന് കൊണ്ടുപോകും. ഇത് പിന്നെ കുരുമുളക് അതുപോലെ തന്നെ മാന് വന്ന് ഒരച്ച് ഇത് നല്ല കൊടിയായിരുന്നു, കുരുമുളകായിരുന്നു. അതെല്ലാം മാന് വന്ന് ഒരച്ച് കളയാ. വീട് ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് കൃഷിയെല്ലാം നോക്കാൻ പറ്റും. അങ്ങനെ ഒരു സർക്കാർ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യമായിരുന്നു. വീട് പിന്നെ ഒരു വർഷം നിങ്ങൾ എത്ര കശുമാവ് പോകുന്നുണ്ടാവും?
ഏകദേശം? ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഇതിന് നിറച്ച് വെച്ചതാ. പക്ഷെ ഓരോ വർഷം കൊണ്ട് ആന ഇങ്ങനെ 5-10 എണ്ണം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? ഞങ്ങൾ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയാണ്. അതുപോലെ കൊടിയൊക്കെ കണ്ടോ, മാന ഉരച്ചിട്ടാണ് ആ കൊടിയെല്ലാം ഉണങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഈ കുരുമുളക് ഉണങ്ങി നിൽക്കുന്ന ആട്ടോ കാണുന്നത്. ഇത് മാൻ അതിൻ്റെ കൊമ്പ് കൊണ്ട് ഉരച്ച് ഇതുണ്ടോ, അതിൻ്റെ തൊലിയൊക്കെ പോയി ഉരച്ച് കളഞ്ഞേക്കുന്നതാണ്. അതേപോലെ ഇവിടെയും കുരുമുളക് കണ്ടോ, ഇതൊക്കെ മാനിൻ്റെ പരിപാടി കേട്ടോ. മാനിനെ നമ്മളൊരു ഭീകരജീവിയായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും മാൻ ഒത്തിരി നശിപ്പിക്കുന്നുണ്ട്. ഈ കശുമാവിൻ്റെ ഒരു കമ്പ് മൊത്തം ഇത് ആനയുടെ പരിപാടി ഒടിച്ച് കളഞ്ഞേക്കുന്നത് കേട്ടോ. ഇതൊക്കെ പല തവണകളായിട്ട് ആനയും മാനും ഒക്കെ വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. വളരെ ഭീകരമായ അവസ്ഥയാണ്. മിക്കവാറും ദിവസം എന്ന് പറയുന്ന പോലെ ആന ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും പറമ്പിൽ കൂടെ കിടക്കുന്നുണ്ട്. 3500 ഏക്കറാണ് സെറ്റിൽമെൻറ്റ് ഏരിയ ഉള്ളത്. ബാക്കി 3500 ഏക്കർ ആറളം ഫാമിൻ്റെ പ്രദേശമാണ്. അങ്ങനെ 7000 ഏക്കറാണ് ഈ ആറളം ഫാം എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ കിടക്കുന്നത്. ഇവിടെ ഓരോ പറമ്പിൽ കൂടെയും ആഴ്ചയ്ക്ക് 1 അല്ലെങ്കിൽ 3 പ്രാവശ്യം വെച്ചെങ്കിലും ആന എല്ലാ പറമ്പിലും കയറുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ആനകളുണ്ടെന്നും ഈ ആനകൾ എത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. അതിൽ ഏറ്റവും പ്രത്യേകം എടുത്ത് പറയേണ്ടത് മോഴ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ മോഴ എന്ന് വിളിക്കുന്ന ഒരു ആനയുണ്ട്. ആ ആനയാണ് കഴിഞ്ഞ വർഷം വെള്ളി ലീല എന്ന് പറയുന്ന 2 പേരെ കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഈ ഒരു വർഷം അനീഷ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കൊലപ്പെടുത്തിയത്. ഇത് രണ്ടും ഒരേ ആനയാണ്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്ന ആ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് റേഡിയോ കോളർ ഇടുക, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഉപകാരത്തിന് ചെയ്യണം എന്നാണ് അവർ പറയുന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പ്രവർത്തിക്കുക. ഞങ്ങൾ ആദിവാസികളായതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു മന്ദത എന്ന് ആണ് അവർ പറയുന്നത്. അവർ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കും അതിൻ്റെ അകത്തൊരു സങ്കടം തോന്നും കേട്ടോ. കാരണം അവർ പറയുന്നതിൽ കാര്യമില്ലാതില്ല. കാരണം 3 പേരെ കൊലപ്പെടുത്തിയ ഒരു ആനയെ ഇനിയും ആളുകളെ കൊല്ലാനായിട്ട് ഇവിടെ ഇങ്ങനെ വിട്ടിരിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രയാസം ഏർപ്പെടും. ഏതായാലും എത്രയും പെട്ടെന്ന് ആനയെ പിടിച്ചുകൊണ്ട് പോകണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. മാത്രമല്ല ആനയെ എത്രയും പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ആനയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു റേഡിയോ കോളറെങ്കിലും ഇട്ട് ഈ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. അതുപോലെ തന്നെ കാണുന്ന ഈ ഒരു സംഭവം നേരിട്ട് കാണുന്ന നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും കാട്ടാനകൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ് ആറളം പ്രദേശത്തെ ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.